വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അതിഥിയായിട്ട് ഞാൻ എത്തുകയാണ്. പ്രതിഭാധനരായ നിരവധി നായികമാർ ജന്മം നൽകിയ ഒട്ടനവധി കഥാപാത്രങ്ങളെ മനസ്സിലേറ്റുവാങ്ങിയ നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ വ്യത്യസ്തമായൊരു ജീവിതാനുഭവം എനിക്ക് പറയാനുണ്ട്. 7 വർഷം ഒരുമിച്ച് ജീവിച്ച ഭർത്താവിന്റെ ജീവനെടുത്ത കുറ്റത്തിന് ബഹുമാനപ്പെട്ട കോടതി തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. എന്നെ സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. ധാത്രി ദീദി ഷാംപൂ അവതരിപ്പിക്കുന്നു കാണാക്കുയിൽ. സമർപ്പിക്കുന്നത് ധാത്രി ദീദി ഷാംപൂ. കറ്റാർവാഴയും മറ്റ് അപൂർവ ഔഷധങ്ങളും ചേർന്ന് ദിവസവും ഉപയോഗിക്കാവുന്ന ഷാംപൂ. ജോസ്കോ ജ്വല്ലേഴ്സ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കൊച്ചി, തൃശൂർ, പാലക്കാട് ആൻഡ് ബാംഗ്ലൂർ. മോഹൻലാൽസ് ഡെയിലി ഡിലൈറ്റ് ഷോ 2008 ഈ ഒക്ടോബർ യൂറോപ്പിൽ മലയാള വസന്തമാണ്. പ്രമേഹ രോഗികളുടെ ആരോഗ്യത്തിന് ഉത്തമ ആയുർവേദ ഔഷധം ഡയബറ്റാക്ട്. ലോകോത്തര ഡിസൈനുകളും പരിശുദ്ധ സ്വർണവും ഫ്രാൻസിസ് ആലുക്കാസിൽ മാത്രം. നികുതി കുടിശ്ശിക നിവാരണ പദ്ധതി 2008, വാണിജ്യ നികുതി കാര്യാലയം. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. സമർപ്പിക്കുന്നത് ഭീമ ജുവൽസ്, കൊച്ചി, കോട്ടയം. ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, കാലം തെളിയിച്ച സത്യം, കറകളഞ്ഞ പരിശുദ്ധി. ഡാബർ പുതിൻഹാര ആശ്വാസം നൽകും ഉടനടി. ജൂനിയർ ഹോർലിക്സ്. നികുതി കുടിശ്ശിക നിവാരണ പദ്ധതി 2008, വാണിജ്യ നികുതി കാര്യാലയം. ദീപം ദീപം ദീപം. അന്ന് ഇവന്റ് ഉറപ്പിവിടുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, മറന്നുപോയോ? അത് ഇന്നലെ വൈകിട്ട് 4 മണിക്കുള്ളിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞാ പോയത്. എന്തായി? സ്ഥലം സർക്കിളിനോട് പറഞ്ഞ വാക്കിനൊരു വിലയില്ലേ? അതോ പോടാ പുല്ല് എന്നുള്ള സ്റ്റൈലാണോ? എന്താണ് ഉദ്ദേശം? മോളുടെ ഓപ്പറേഷൻ അതുകൊണ്ട് എന്താടോ വാങ്ങിച്ച കാശ് കൊടുക്കണ്ടേ? വഞ്ചനാ കുറ്റ പൊക്കിയെടുത്ത് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് 15 ദിവസം റിമാൻഡ് സംഘടിപ്പിക്കാനുള്ള ഒഫൻസ്. താനൊരു മാന്യനാണല്ലോ എന്ന് കരുതി ഒരു ചാൻസ് തന്നപ്പോ വിളച്ചെടുക്കുന്നുണ്ടോ? സർ, ഇതൊരു ആശുപത്രിയല്ലേ സർ? ദേവിയത് ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഇയാൾ അറസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നത്. ബാക്കി സ്റ്റേഷനിൽ പോയിട്ടാവാം. ദയവ് ചെയ്ത് എന്നെ കൊണ്ടുവരുത്. മകളെ ഓപ്പറേഷൻ കയറ്റിയിരിക്കുക. അതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വന്നോളാം. ആ നിമിഷം ഞാനിവിടെ നിന്ന് സാറ് പറയുന്ന സ്ഥലത്ത് വരാം. വേണ്ടോ? അതിനാണ് ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പ് തന്നിരിക്കുന്നത്. തന്നെ പോലുള്ള മാന്യമാരെ ആദരിച്ച് കയറ്റിയിരുത്തി കൊണ്ടുപോവാൻ. സർ, ഈ ഓപ്പറേഷൻ കഴിയുന്നവരെ ദയവേത് ക്ഷമിക്കണം പ്ലീസ്. വേണ്ട മോനെ, അതൊന്നും ശരിയാവില്ല. അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നിടത്തൊക്കെ മകളുടെ ഓപ്പറേഷനും പുലകുളി അടിയന്തരവും ഒക്കെ കഴിയുന്നവരെ കാവൽ നിൽക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. മനസ്സിലായോ നിനക്ക്? സർ പ്ലീസ്, അച്ഛനെ ഇപ്പൊ കൊണ്ടുപോകരുത്. ഓപ്പറേഷൻ കഴിഞ്ഞ് മാളുവിനെ ഒന്ന് കണ്ടോട്ടെ. നീ കാല് പിടിക്കാം. മാറിക്കിട. ഒരു മര്യാദ ഫാമിലിക്കാരി. നിന്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് പോലീസ് ലോക്കപ്പ് കാണാത്ത ആരെങ്കിലും ഉണ്ടോടി? ഇതൊരു ആശുപത്രിയല്ലേ സർ? കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം. എവിടെ എങ്ങനെ പെരുമാറണം നീ എന്നെ പഠിപ്പിക്കില്ലേ? കേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. വേണ്ട, താനൊന്നും പറയണ്ട. നടക്കണം. ബാക്കിയൊക്കെ കോടതി ചെന്നു. അതെ കേമൽ സാറേ, 2 ദിവസത്തിനുള്ളിൽ കാശ് കൊണ്ടൊന്ന് മറിച്ചു കളയെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. എന്നിട്ട് എന്ത് പറ്റി? ഇതൊന്നും നടക്കാൻ പോലെന്ന് എനിക്കറിയായിരുന്നു. തനിക്ക് വേണ്ടി ജാമ്യം നിന്നില്ലേ ആ നന്ദൻ? അവനെ ഇനി പൊടിയിട്ട് നോക്കിയാ പോലും കാണില്ല. എന്ന് വെച്ച് എനിക്ക് ഈ കേസ് പോട്ടേന്നങ്ങ് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? തൂക്കിയെടുത്ത് അകത്തിടണം. ഒരു ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതേ ചെയ്യാൻ പറ്റൂ. എന്റെ അച്ഛനാവും പ്രായമുള്ള ആളാ. എന്നെ ശപിച്ചേക്കരുത് പ്ലീസ്. എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. മനഃപൂർവ്വം അല്ലെങ്കിലും
കാശ് കൊടുക്കാത്തത് വലിയ തെറ്റ് തന്നെയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റില്ലേ പറ്റൂ. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് എന്ത് കാര്യം? വാങ്ങിച്ച കാശിന് കാശ് തന്നെ വേണം. അതുവരെ എനിക്ക് തന്നെ വിടാൻ പറ്റില്ല. സാമ്പത്തിക ക്രമക്കേടാ വഞ്ചനാ കുറ്റം. കുറച്ചു ദിവസം ഞാൻ നോക്കും. തീരുമാനമായിട്ടില്ലെങ്കിൽ കോടതി ഹാജരാക്കും. പിന്നെ എന്തു വേണമെന്ന് അവര് തീരുമാനിക്കട്ടെ. അതുവരെ ഇവിടെ കിടക്ക്. ഡോ സർ, ഈ ചേട്ടന്റെ മുറി ഒന്ന് കാണിച്ചു കൊടുക്കും. അല്ല, ഞാൻ പറയാം. സാർ, അയ്യോ വാ ഗോപാല, നിനക്കെന്താണ് ജോലി? പണി എന്താണെന്ന് ചോദിച്ചാ പണിയില്ലേ? അതെന്താടാ? പണിയെടുക്കാനൊന്നും പോവാതെ ജീവിക്കാനുള്ള വകുപ്പ് നിനക്കുണ്ടോ? അങ്ങനൊന്നും ഇല്ല സാറേ. ഇന്ന പണിയൊന്നില്ല, എന്തും ചെയ്യും. ചേടാ, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്നവനാണോ നീ? കാശിന് വേണ്ടി ഒരാളെ കൊല്ലാനും നീ മടിക്കില്ലേ? അയ്യോ, അതല്ല. എനിക്കാകെ അറിയാവുന്ന ഒരു പണി മണ്ണ് പണിയാ. എന്നുവെച്ചാ ലോഡ് കണക്കിന് മണ്ണ് കയറ്റി വെച്ച് അതാണോ? അല്ല, പറമ്പിലും പാടത്തുമൊക്കെ അങ്ങനെയുള്ള ജോലികള്. ഇടക്കാലത്ത് വെച്ച് നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ? ഇല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഈ കാശ്? സത്യം പറഞ്ഞോളണം. ഇല്ലെങ്കിലോ നിനക്കെന്നെ ശരിക്കറിയില്ല. ആരാണ് നിനക്ക് ഈ കാശ് എന്തോ? അത് എക്സ്ക്യൂസ് മീ. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. ആനന്ദം ആനന്ദം ആരോഗ്യമേ, ആരോഗ്യം ആരോഗ്യം ആനന്ദമേ. ആശീർവാദാട്ട എന്റെ കുടുംബത്തിന് പരിപൂർണ പോഷണം നൽകുകയും ഞങ്ങളെ ആരോഗ്യവാന്മാരും ചുറുചുറുക്കുള്ളവരാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ? ശക്തി മസാല പ്രത്യേക വക, ശക്തി മസാല പ്രത്യേക രുചി, പല വിധത്തിൽ ലഭ്യമെങ്കിലും നാവിൽ തങ്ങി നിൽക്കും ഒരേ രുചി. ശക്തി അച്ചാറിൻ പ്രത്യേക വക, ശക്തി അച്ചാറിൻ പ്രത്യേക രുചി. ശക്തി മസാല റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, മാസ്മര രുചിയുടെ മഹാരാജാവ്. വിശ്വാസത്തിൽ പ്രഥമയിടം. बटुए में कितना सामान भरोगे बॉस? डेबिट कार्ड, क्रेडिट कार्ड, 100 की पत्ती, चिल्लर, इतना सब कैसे मैनेज करोगे? भैया इन सब को हटाओ और मोबाइल पर वॉलेट की सुविधा पाओ. ऑक्सी कैश में पैसा भरो और पे करो. जस्ट SMS ऑक्सी कैश to 9870888888. Top up ऑक्सी कैश at oxygen outlets or through net banking. Simple. പ്രിയംവദ മാഡത്തിന് ഞാനിരിക്കുന്ന കസേരയുടെ അധികാരം ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അതൊക്കെ ഓർമ്മയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ എത്തുന്ന ചെന്നൈ ഫ്ലൈറ്റിൽ അശോക് മേനോൻ ഉണ്ടാവും. മാത്രമല്ല ജീവന് നേരെ വധഭീഷണിയും അയാൾക്കുണ്ട്. സോ വാട്ട്? ഇനിയിപ്പോ ഈശ്വർ മൂർത്തിയുടെ കുരുക്ക് വീഴാൻ പോകുന്നത് നിങ്ങളുടെ കഴുത്തിൽ അറിയാലോ. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ രഹസ്യം, ദ ട്രൂത്ത് അൺനോൺ. വിജയ ലിവിംഗ് അവതരിപ്പിക്കുന്നു രഹസ്യം. സമർപ്പിക്കുന്നത് വിജയ ലിവിംഗ്. കടവന്തറയിൽ 21 നിലകളിലായി 1.9 ഏക്കറിൽ